അനുമോളും ആദിലയും തമ്മിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കാൻ പോകുന്ന വഴക്ക് പ്രൊമോ ഒക്കെ വന്നായിരുന്നല്ലോ. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു കാണും. മറ്റേ ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് അനുമോളും ആദിലയും തമ്മിലുള്ള അടിപിടി. അതിന്റെ ഉത്ഭവം ഇന്നലെ രാത്രിയിലാണ് കേട്ടോ. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാമായിരിക്കും, ശ്രദ്ധിച്ചു കാണും. എപ്പിസോഡ് തീരുമ്പോഴത്തേക്ക് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ അനുമോളും നൂറേം, അനുമോളെന്ന് നമ്മുടെ ആദിലയും നൂറേം കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അനുമോൾ ഇങ്ങോട്ട് വന്നിട്ട്, എടി ആദിലെ വാടി, കിച്ചണിലേക്ക് വാടി, ദേ സവാള അരിയണം, സവാള ഇപ്പൊ അരിഞ്ഞു വെച്ചാൽ പറ്റൂ, എനിക്ക് രാവിലെ പറ്റത്തില്ല, എനിക്ക് രാവിലെ കുളിക്കാൻ പോകണം എന്നൊക്കെ പറയുന്ന ഡയലോഗ് നിങ്ങൾ കേട്ടായിരുന്നോ? അപ്പോഴേ ആദിലയ്ക്ക് എങ്ങോട്ട് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദിലയുടെ മനസ്സിൽ അത് കിടപ്പും കാണും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അങ്ങോട്ട് പൊളിച്ചു കൊടുത്തത്. അതിനകത്ത് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഇന്നലെ എപ്പിസോഡിലും ഞാനത് കണ്ടു, ലൈവിലും കണ്ടു, ഈ അനുമോൾ വന്നിട്ട് ഈ പരിപാടി ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്, എന്തിനാണ് അനുമോൾ ഇത്ര അങ്ങോട്ട് ഓവർ ആവുന്നത്? അല്ല, ബിഗ് ബോസിലെ റാണിയാണ് ഞാൻ എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. മനസ്സിലായില്ലേ? കാരണം കുറച്ചെന്നല്ല, ഇച്ചിരി ഓവർ ആവുന്നുണ്ട്. ഇന്നലെ എന്തിനാണ് പോയിട്ട് ആദിലെ എടുക്കുക? ആദിലെ ഇവിടെ ചുമ്മാ ഇരിക്കുക, അനുമോൾ മറ്റേ നൂറോടും കഥയും പറഞ്ഞ് അവരുടെ പേഴ്സണൽ സ്പേസ്. അങ്ങോട്ട് ചെന്നിട്ട് നീ ഇപ്പൊ വന്നേ പറ്റത്തുള്ളൂ, വന്ന് അരിഞ്ഞേ പറ്റത്തുള്ളൂ, എനിക്ക് രാവിലെ പറ്റത്തില്ല, കുളിക്കാൻ പോണോന്നൊക്കെ പറയുന്നത് അത്ര നല്ല നയമൊന്നും അല്ല കേട്ടോ. അത്ര നല്ല നയമൊന്നും അല്ല. അനുമോളുടെ കുളി അങ്ങോട്ട് മാറ്റി വെക്കണം. അത് അനുമോക്ക് പറ്റത്തില്ലല്ലോ. അനുമോക്ക് എണ്ണീറ്റാ ഉടനെ കുളിക്കാൻ പോകണം. അപ്പൊ ഇപ്പോ ആദിലയ്ക്ക് അവിടെ നിന്ന് നൂറയോട് സംസാരിക്കണം. അത് അനുമോക്ക് മനസ്സിലാക്കിക്കൂടെ? അതൊന്നും മനസ്സിലാക്കാൻ അനുമോക്ക് പറ്റത്തില്ലായിരിക്കും, അല്ലയോ? പിന്നെ അക്ബർ കാക്ക ഇന്നലെ പാതിരാത്രി ഇരുന്നിട്ട് അക്ബർ കാക്കയുടെ ഒരു ഡ്രാമയുണ്ട്, ഡ്രാമ. ഞാൻ അതിനെ ഡ്രാമ എന്ന് വിളിക്കാൻ കാരണം, അനുമോൾ ഈ പരിപാടി ചെയ്യുമ്പോൾ എല്ലാവരും ഡ്രാമ എന്ന് പറയും. അപ്പൊ അക്ബർ കാക്ക ചെയ്യുമ്പോഴും ഡ്രാമ എന്ന് വിളിച്ചാൽ മതിയല്ലോ. വേറൊന്നുമല്ല, അക്ബർ കാക്ക മറ്റേ ക്യാമറയിലോട്ട് നോക്കിയിരുന്ന് അങ്ങ് കഥ പറയുക മണിക്കൂറോളം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറെ പ്രാവശ്യം ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു ലൈവില്. പിന്നെ ബിഗ് ബോസും അത് വിട്ട്. കാരണം ബിഗ് ബോസിനും അടുത്ത് ഉമ്മയാണ് ഉമ്മ, ഏറ്റവും നല്ല ഉമ്മ എയർപോർട്ടിൽ വരണേ. പുള്ളിയുടെ ഉമ്മയോടാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും അത് കുറച്ച് ഓവറായിട്ട് ഇച്ചിരി ഡ്രാമയൊക്കെ ആയിട്ട് എനിക്ക് തോന്നി കേട്ടാ. തോന്നാൻ കാരണം നമ്മുടെ അനുമോളുടെ ഈ ഒരു പരിപാടി കാണുമ്പോൾ എല്ലാവരും ഡ്രാമ എന്ന് പറയുമ്പോൾ ഓക്കെ എന്നാ ഡ്രാമ എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കാണുമ്പോൾ എനിക്കും ഡ്രാമ എന്ന് പറയാൻ തോന്നി. അതുകൊണ്ട് മാത്രം. പിന്നെ ഒരു കാര്യം ഞാനങ്ങ് പറയാം, എല്ലാം കണക്കാ. ഇത് ബിഗ് ബോസ് ഗെയിം ആണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മളൊക്കെ. അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രി ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും, പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് 86 കുറച്ച് കാര്യങ്ങൾ, എപ്പിസോഡ് 86 കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാം ഒന്നും ഞാൻ മറ്റേ കൂട്ടിക്കുഴച്ചങ്ങോട്ട് പറയാൻ നിൽക്കുന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങളെ. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ. ഇന്നലെ ഒരു ചേച്ചിയുടെ കമന്റ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോയിൽ. ഞാൻ ആ ചേച്ചിക്ക് 2-3 പ്രാവശ്യം റിപ്ലൈ കൊടുത്തു. പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. ചേച്ചി പറയുന്നത് ഞാൻ ആരുടെയോ PR ആണെന്നൊക്കെയാണ്, പ്രത്യേകിച്ച് അനുമോളുടെ. അപ്പൊ ഇതുപോലുള്ള ചേച്ചിമാരോടാണ് എനിക്ക് പറയാനുള്ളത്. ചേച്ചിമാരെ, നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും കാണുക. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അനുമോളെ വിമർശിക്കാറുണ്ട്. ഇപ്പൊ തുടക്കത്തിൽ കൊടുത്തില്ലേ, ഇതുപോലെ ഇനിയും കൊടുക്കും. അനീഷിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അനീഷിനെ വിമർശിക്കാറുണ്ട്. ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഷാനവാസിനെ വിമർശിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ആര്യനെ കൊന്നു വിട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അവൻ നല്ല ഗെയിം കളിച്ചപ്പോൾ അവൻ നല്ല ഗെയിമറാണെന്ന് പറഞ്ഞ ആളാ ഞാൻ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും മറ്റേ സ്നേഹമൊന്നുമില്ല. ഞാൻ ഇതിനെ ഗെയിമായിട്ടാണ് കാണുന്നത്. ഇന്ന് എനിക്കൊരാളുടെ ഗെയിം കണ്ട് ഇഷ്ടം തോന്നും, ഇഷ്ടമായി എന്ന് ഞാൻ പറയും. നാളെ അയാൾ വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ വൃത്തികേട് കാണിച്ചത് തന്നെ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ചില ആളുകളെ പോലെ ഇരുന്നിട്ട് അത് വെളുപ്പിക്കാൻ ശ്രമിക്കാറില്ല. തെമ്മാടിത്തരം കണ്ടു, അത് എനിക്ക് ഫീൽ ചെയ്താൽ തെമ്മാടിത്തരമായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും. മനസ്സിലായില്ലേ? എനിക്കത് തെമ്മാടിത്തരമായിട്ട് എൻ്റെ കണ്ണിൽ തോന്നിയ എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്, ഞാനത് പറയും. എൻ്റെ ഈ സീസണിലെ വീഡിയോകളൊക്കെ സംശയമുള്ളവർക്ക് പോയി നോക്കാം. മിക്കവരെയും ഞാൻ വിമർശിച്ചിട്ടുമുണ്ട്, സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. എന്തിന്? അക്ബർ കാക്കാനെ ഉൾപ്പെടെ. ഇപ്പതാ നെവിനെ ഈ കഴിഞ്ഞ 2 ദിവസം ഞാൻ വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2 ദിവസം എന്നല്ല, നമ്മുടെ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചപ്പോൾ തൊട്ട് ഞാൻ വലിച്ചു കീറുന്നുണ്ട്. കാരണം കാണിച്ചത് തെമ്മാടിത്തരവാ. എനിക്ക് എൻ്റെ കണ്ണിലത് തെമ്മാടിത്തരം തന്നെ. പക്ഷെ ഇന്ന് നെവിൻ്റെ ഒരു ഗെയിം ഉണ്ട്. സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ, കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇത് ഗെയിമാ. എനിക്കെൻ്റെ അമ്മായിയുടെ മോനോ എൻ്റെ പേരപ്പൻ്റെ മോനോ ഒന്നും അല്ല അവിടെ നിൽക്കുന്നത്. എനിക്കിത് ഗെയിം മാത്രമാണ്. ഇന്ന് ഗെയിം നന്നായിട്ട് കളിക്കുന്നവരെ കളിച്ചു എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, അതെനിക്കൊന്ന് തുടക്കത്തിൽ തന്നെ പറയണമെന്ന് തോന്നി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. രാവിലെ ബിഗ് ബോസ് ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈസ എന്ന് പറഞ്ഞിട്ട് എന്താണ്ടൊരു പാട്ടായിരുന്നു.
അപ്പം അതൊക്കെ ഞാനും അത് കേട്ട ഉടനെ തന്നെ ആലോചിച്ചേ, പൈസയോ കൊള്ളാലോ, ഇന്നിപ്പം മണി പരിപാടി ആയതുകൊണ്ടായിരിക്കും ഈ ഒരു പാട്ടെന്ന് ഞാനും ആലോചിച്ചു. അങ്ങോട്ട് എപ്പിസോഡിൽ തന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നെവിനും അത് പറയുന്നുണ്ട്. ഇന്ന് പണത്തിന്റെ പാട്ടൊക്കെ ആണല്ലോ ഇട്ടേക്കുന്നത്, പണപ്പെട്ടി വരാനുള്ള സാധ്യതയുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട്. എന്നിട്ട് നെവിൻ തന്നെ പറയുന്നുണ്ട്, ആരായിരിക്കും എടുക്കുക? തൊട്ടപ്പുറം അക്ബറാണ് ഇരിക്കുന്നത്. അപ്പൊ അക്ബറിനോടാണ്, ആരായിരിക്കും അക്ബർ കാക്ക എടുക്കുന്നത്? ഉടനെ അക്ബർ പറയുന്നു, നോ ക്ലൂ മോനെ. ഉടനെ നെവിൻ പറയുന്നുണ്ട്, ഞാൻ എടുക്കും. ഉടനെ അക്ബർ പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ എടുക്കാൻ പറ്റും മോനെ, നിനക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഉടനെ നെവിൻ പറയുന്നുണ്ട്, ഞാൻ എടുത്തു നോക്കും, ചിലപ്പോ ബിഗ് ബോസിന്റെ മനസ്സ് മാറിയാലോ, പൈസക്കൊക്കെ എനിക്കും ആവശ്യമുണ്ട് കാക്ക എന്ന് പറയുന്നുണ്ട് നമ്മുടെ നെവിൻ. അതിനുശേഷം നെവിൻ പറയുന്നുണ്ട്, ഞാൻ അത്രയ്ക്കും വലിയ തെറ്റ് ചെയ്തോ അക്ബർ ചേട്ടാ? ഞാൻ അത്ര വലിയ തെറ്റ് ചെയ്തോ? ഇത്രയ്ക്കും വലിയ ശിക്ഷയൊക്കെ എനിക്ക് തരാനായിട്ട് ഞാൻ അത്രയ്ക്കും വലിയ തെറ്റാണോ ചെയ്തേ? തെറ്റൊക്കെ ആവശ്യത്തിന് വലിയ തെറ്റ് തന്നെയാണ് നെവിൻ ചെയ്തിരിക്കുന്നത്. ഈ സീസണെ വെച്ച് നോക്കും, ഈ സീസണിൽ ഇത്രയും വലിയ വൃത്തികേടൊന്നും ചെയ്ത ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല. വെള്ളം കോരി ഒഴിക്കുക, പിന്നെ ഷാനവാസിന്റെ കേസ്, അതൊന്നും അത്ര ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല. ഒന്നാമത് പുള്ളി ഹാർട്ട് പേഷ്യന്റ്, പുള്ളി ആശുപത്രിയിലുമായി. അപ്പൊ പിന്നെ ബിഗ് ബോസ് ടീം അംഗങ്ങൾക്ക് പോലും വച്ച് കീറിയേ പറ്റത്തുള്ളൂ നെവിനെ, അത് കീറുകയും ചെയ്തു. പക്ഷെ ഇപ്പോ നെവിനോട് ഒരു ഇച്ചിരി സോഫ്റ്റ് കോർണർ, അല്ലെങ്കിൽ നെവിനും കൂടെ നല്ല മുന്നോട്ട് പോകാൻ നല്ല ഒരു പ്രചോദനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് ആണ് ഇപ്പൊ നടക്കുന്നത്. നമുക്ക് വിശദീകരിക്കാം അതിനെ പറ്റി എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അപ്പം അക്ബർ നെവിൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക്, അതായത് ഞാൻ അത്ര വലിയ തെറ്റ് ചെയ്തു, എന്തിനാ ഇത്ര വലിയ ശിക്ഷ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട്, എല്ലാവരും ചെയ്തത് പോലത്തെ ഒരു തെറ്റ് എന്ന് അക്ബർ പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, പക്ഷേ ഈ ബെഡിൽ വെള്ളം ഒഴിക്കുന്ന പരിപാടിയൊന്നും ആരും ചെയ്തിട്ടില്ല മോനെ എന്നും അക്ബർ പറയുന്നുണ്ട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ എന്നെ മാന്തി, എന്നെ കടിച്ചു, അപ്പോഴൊന്നും ആരും ഒന്നും മിണ്ടിയില്ലല്ലോ അക്ബർക്ക എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. വളരെ റെലവെന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നെവിൻ ഞാൻ ചോദിച്ചത്. കാരണം നെവിന്റെ കയ്യിലും ഒക്കെ മാന്തും പിച്ചലും കടിച്ചിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നെവിനോട് ആരും അത് ചോദിക്കാനോ, അല്ലെങ്കിൽ അത് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ പേരിൽ ആർക്കും ശിക്ഷയൊന്നും കൊടുത്ത് കണ്ടിട്ടില്ല. നെവിൻ അത് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം അത്ര തെറ്റായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അത് വേറൊരു കാര്യം. പക്ഷെ ഇവന്റെ കയ്യിരിപ്പിനുണ്ടല്ലേ, ഇവന്റെ കയ്യിരിപ്പ് അത്ര നല്ല കയ്യിരിപ്പൊന്നും അല്ലായിരുന്നല്ലോ. ഈ കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായിട്ട് അവൻ ജനങ്ങളെ വെറുപ്പിച്ചു ഇല്ലേ? എനിക്കങ്ങനെയാ തോന്നുന്നത്, നല്ല രീതിയിൽ ജനങ്ങളെ വെറുപ്പിച്ചു. കാരണം വെറുപ്പിക്കുന്ന പരിപാടിയാണ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും വെറുപ്പിക്കുന്ന പരിപാടി തന്നെയാണ്. ഒരാൾ കിടക്കുന്ന സ്ഥലം അയാളെ അല്ലാതെ അറ്റാക്ക് ചെയ്യൂ, നാക്കുകൊണ്ട് അറ്റാക്ക് ചെയ്യൂ, ചൊറിഞ്ഞു കൊല്ല്, ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അയാൾ കിടക്കുന്ന സ്ഥലത്ത് വെള്ളം കോരി ഒഴിക്കുക, അവിടെ എല്ലാവർക്കും കൂടെ കിട്ടുന്ന ഫുഡ്, ഇവൻ കട്ട് തിന്നുന്ന ഒരു പരിപാടി ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴും ആ പരിപാടി ചെയ്യുക, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാതെ സ്വന്തം വയറ് ഫില്ല് ചെയ്യുക, ആ ബ്രെഡും പാലും ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തില്ല അവിടെ എല്ലാവരും കഴിക്കാതിരിക്കുക, അവർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇവരിടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്, അതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല, ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ ഇതെല്ലാം കഴിയുന്നുണ്ട്. ഇവരുടെ ഈ ഒരു സംസാരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ക്യാപ്റ്റൻ നമ്മുടെ നൂറമോള് ടീംസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഡിവൈഡ് ചെയ്ത് അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ കഴിയുന്നുണ്ട്. ഇതൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ വീണ്ടും നമ്മുടെ അക്ബറും നെവിനും കൂടെ ഇരുന്ന് ഇവരുടെ ചെറിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ അക്ബർ കാക്ക നല്ല രീതിയിൽ നമ്മുടെ നെവിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നെവിൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. രാവിലെയൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു നെവിൻ. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം നെവിൻ കംപ്ലീറ്റ്ലി മാറി. ഡ്രാമ കൊടുക്കേണ്ടടത്ത് ഡ്രാമ കൊടുക്കുന്നുണ്ട്. ഞാൻ അത് തെറ്റാന്ന് പറയത്തില്ല. ഡ്രാമ കൊടുക്കുന്നിടത്ത് ഡ്രാമ തന്നെ നെവിൻ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കണം, അത് കൊടുക്കുക. അത് നെവിൻ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഒരു കരച്ചിലൊക്കെ ചെറുതായിട്ട് കയ്യിൽ നിന്ന് ഇടുന്നതൊക്കെ കാണുമ്പോഴേ അറിയാം അത് ഡ്രാമയാണ്. പക്ഷെ ഞാൻ അതിനകത്ത് കുറ്റം പറയത്തില്ല നെവിനെ. അത് കൊടുക്ക്, അത് ആവശ്യമാണ്. ചില ആളുകൾക്ക് അത് കണ്ടാലേ അയ്യോ എൻ്റെ നെവിൻ മോൻ എന്നും പറഞ്ഞ് വോട്ട് കൊടുക്കത്തുള്ളൂ. അല്ലാതെ നല്ല ഗെയിം കളിച്ചെന്ന് പറഞ്ഞ് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ കാണത്തില്ല. ഇങ്ങനെയുള്ള ഡ്രാമകൾ കാണുമ്പോഴാണല്ലോ ചില ആൾക്കാർക്കൊക്കെ വോട്ട് ഇവിടെ വീഴുന്നത്. നെവിനും അത് ഇടട്ടെ, ഞാൻ അതിനകത്ത് കുറ്റമൊന്നും പറയത്തില്ല. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ നെവിനെ അക്ബർ ഒന്ന് ബൂസ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. അതായത് സ്ത്രീകളെ അനാവശ്യമായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷാനവാസ് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ പിടിച്ച് നല്ല രീതിയിൽ വറത്തില്ലേ, അത് നെവിന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇത്ര എന്നെ അങ്ങ് കൊന്നല്ലോ എന്നുള്ള സാധനം. അപ്പൊ അത് ഒന്ന് മാറ്റിയെടുക്കാനാണ് അക്ബർ ശ്രമിക്കുന്നത്. ഷാനവാസ് ഇങ്ങനെ പല വൃത്തികേടുകളും കാണിച്ചു, സ്ത്രീത്വത്തെ അല്ലെങ്കിൽ സ്ത്രീകളെ ഓരോന്നൊക്കെ പറഞ്ഞു, ലാലേട്ടൻ എടുത്തു കുടഞ്ഞു, അനുമോളെ എത്ര ദിവസം ഇവിടെ എടുത്തു കുടഞ്ഞു, ഇങ്ങനെ എല്ലാവരെയും കുടയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കുടഞ്ഞിട്ടുണ്ട്, അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച നമ്മളെ രണ്ടിനെയും കുടഞ്ഞു, അത്രേ ഉള്ളൂ, അത് വിടറ എന്നൊക്കെ പറഞ്ഞ് അക്ബർ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ലിവിംഗ് റൂമിലെ നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് എല്ലാവരും വന്നിരി മക്കളെ, എല്ലാവരും വന്നിരിക്കാൻ പറയുന്നുണ്ട്. എല്ലാവരും ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നത് നോമിനേഷനൊക്കെ വേണ്ടേ. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ ഈ സീസണിൽ നോമിനേഷനിൽ വന്നിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ
നെവിനും അനുമോളുമാണ്. സോ ഇത്രയും തവണ നിങ്ങളെ പ്രേക്ഷകർ ഇവിടെ എന്താണ് നിങ്ങൾക്ക് വോട്ട് തന്ന് ഇവിടെ നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. 8 പ്രാവശ്യം അവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് തവണ വന്നത് അനീഷാണ്. സോ അനീഷിനെ വോട്ട് ഇത്രയും കുറച്ച്, മറ്റേത് പ്രേക്ഷകർ 8 പ്രാവശ്യം വന്നിട്ടും പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് അവർ മുന്നോട്ട് ഇപ്പോഴും നിൽക്കുന്നു. സോ അതുകൊണ്ട് പ്രേക്ഷകരോട് പറയാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷ് ഏട്ടൻ ഇവിടെ നിങ്ങൾ ഇത്രയും കുറച്ച് മാത്രമേ നിങ്ങൾ നോമിനേഷൻ വന്നിട്ടുള്ളൂ, അത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് കാരണമാണ്. സോ കണ്ടസ്റ്റൻസിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ അനുമോളും നെവിനും വരുന്നു. അടുത്ത അനുമോൾ പറയുന്നുണ്ട്, അനുമോൾ ഇപ്പോഴും എനിക്ക് ഇതൊക്കെയാണ് അനുമോളുടെ യോജിക്കാൻ പറ്റാത്തത്. അനുമോൾ വന്നിട്ട് കുടുംബ പ്രേക്ഷകരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. കുടുംബ പ്രേക്ഷകർ എല്ലാവരും എന്നെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് കാണുന്നത്, അതിന് വളരെ നന്ദിയുണ്ട്, അങ്ങനെയുള്ള കുറെ കഥകൾ. എൻ്റെ കുടുംബത്തിൽ എന്നെ പോലും അംഗമായിട്ട് കാണുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടോടാ. അപ്പൊ പിന്നെ എൻ്റെ പൊന്നുമോളെ ഇവിടെ ഒന്നും നിന്നെ എന്തായാലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വോട്ട് കുത്തിയൊക്കെ. അപ്പൊ അത് വിട്. പക്ഷേ എല്ലാം പോട്ടെ, ഈ സീസണിൽ ഇത്രയും ഇപ്പൊ 86 ദിവസമായി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ ഒരു 5-6 തവണ കേട്ടു അനുമോളുടെ ഒരു ഡയലോഗ്. 11 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ, 11 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ, 12 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ. എന്തിനാ ഇത് പറയുന്നത്? ഇടയ്ക്കിടയ്ക്ക് കേട്ട് 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 വെറുപ്പാവുന്നുണ്ട് ഈ ഒരു സാധനം. വേറെ എന്തും സഹിക്കാം, ഈ ഒരു ഡയലോഗ് എനിക്കറിയാൻ പാടില്ല. ഈ ഡയലോഗിന്റെ ആവശ്യം എന്താണ് ഇവിടെയെന്ന്. പിന്നെ അനുമോളുടെ ഇഷ്ടം, അനുമോളുടെ PR കുഞ്ഞുങ്ങളുടെ ഇഷ്ടം, അനുമോളെ സുന്ദരിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും, മാമൻ അത്രേ പറയാനുള്ളൂ. ഇത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കുറേ എണ്ണം വരും. അപ്പം എന്താണെങ്കിലും സൈഡിൽ കൂടി ഇതെല്ലാം പറഞ്ഞു പോകണമല്ലോ, ഞാൻ എല്ലാം പറയും. അപ്പം നമ്മുടെ അനുമോൾ വന്ന് കഥ പറയുന്നു. അതിനുശേഷം നെവിൻ മോൻ വരുന്നു. നെവിൻ മോൻ വന്നിട്ട് വിങ്ങിപ്പൊട്ടുന്ന പരിപാടിയാണ്. എനിക്കറിയാം, ഞാനിതാ പറഞ്ഞത്, എനിക്കിത് ഡ്രാമയായിട്ട് തന്നെ തോന്നി കേട്ടോ. കാരണം ഇതിനെക്കാട്ടിലും വലിയ ഏടി പിടിച്ച് പാമ്പ് കയറി വന്നിട്ടും നെവിൻ ഒരു തുള്ളി പോലും കണ്ണീരോ ഒരു വിങ്ങിപ്പൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് പ്രേക്ഷകരോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ മാത്രം അങ്ങ് വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ ഡ്രാമയായിട്ട് തന്നെ തോന്നി. പക്ഷെ ആ ഡ്രാമയെ ഞാൻ കുറ്റം പറയാൻ നിൽക്കില്ല. വേണം, നെവിനത് ചെയ്തില്ലെങ്കിൽ അടുത്ത ആൾ ചെയ്യും. അതുകൊണ്ട് നെവിന ചെയ്തതിനകത്തൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. പക്ഷെ ഡ്രാമയാന്ന് മനസ്സിലാവും നെവിനെ. കാരണം നെവിനെ അറിയാവുന്നവർക്ക് മനസ്സിലാവും. നെവിൻ അങ്ങനെ പെട്ടെന്നൊന്നും വിങ്ങിപ്പൊട്ടുന്ന ടീമൊന്നും അല്ല. പിന്നെ നെവിനും വന്നൊരു സൈഡ് കഥ പറഞ്ഞിട്ട് പോകുന്നുണ്ട്, പ്രേക്ഷകരോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അനീഷേട്ടനാണ് വരുന്നത്. അനീഷേട്ടൻ വന്നിട്ട് കൊള്ളായിരുന്നു. അനീഷേട്ടൻ വന്നിട്ട് ഞാനിവിടെ വന്നപ്പോൾ ആരോടും എൻ്റെ വീട്ടിൽ വരണ്ട, നാട്ടിൽ വരണ്ട എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ നാട്ടിൽ വരണം, നമുക്ക് ഒരുപാട് അവിടെ പൊളിക്കാനുണ്ടെന്നൊക്കെ നമ്മുടെ അനീഷേട്ടൻ പറയുന്നുണ്ട്. പിന്നെ നോമിനേഷനിൽ 100 ഒഴികെ എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ ആരും എസ്കേപ്പ് ആവണ്ട എന്നുള്ളൊരു മൂഡിലാണ് നോമിനേഷനകത്ത് എല്ലാവരെയും തട്ടിയിരിക്കുന്നത്. അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ കാക്കായ്ക്കും നെവിനും അങ്ങോട്ട് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. രണ്ടുപേരും പറയുന്നുണ്ട്, എടാ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇട്ട് പണി തന്നേനെ എല്ലാവരും. കാരണം അവർ രണ്ടുപേരുമാണ് കഴിഞ്ഞ ആഴ്ച ഏറ്റവും ഇപ്പം അതിനകത്തുള്ളതിനകത്ത് ഏറ്റവും കൂടുതൽ വൃത്തികേട് കാണിച്ചു എന്ന് അതിനകത്തുള്ള ആൾക്കാർ പറയുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. അപ്പം എന്താണെങ്കിലും അവരുടെ രണ്ടുപേരും മാത്രമേ എല്ലാവരും പറയത്തുള്ളൂ, പേര് മാത്രമേ എല്ലാവരും പറയത്തുള്ളൂ. സോ അവർ രണ്ടുപേരും നോമിനേഷനിൽ വരും. ഷാനവാസിക്ക് ഇതിനെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. അതായത് അവരുടെ രണ്ടുപേരുടെയും പേര് മാത്രമേ എല്ലാവരും പറയുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്, അതുകൊണ്ട് ചിലപ്പോൾ ബിഗ് ബോസ് അങ്ങനെ ഒരു നോമിനേഷൻ വെക്കാതിരുന്നതായിരിക്കാം. കാരണം അവർ രണ്ടുപേരും മാത്രം നോമിനേഷനിൽ വരും. അങ്ങനെ 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 അവരെ രണ്ടുപേരെയും, പ്രത്യേകിച്ച് അക്ബർ കാക്കനെ അങ്ങനെ പെട്ടെന്ന് തട്ടിക്കളയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ബിഗ് ബോസിനകത്തെ ഷോ ഡയറക്ടറിന്റെ ഉട്ട ചങ്ങാതിയൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത്, എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്നും അക്ബർ കാക്കയെ തട്ടിക്കളയത്തില്ല. പിന്നെ അക്ബർ കാക്ക അവിടെ നിൽക്കണം. അങ്ങനെ ഇപ്പോഴേ ഒന്നും പുറത്തു പോകേണ്ട ആളല്ല. അക്ബർ അവിടെ നിൽക്കാനുള്ളൊരു സാധനം അക്ബറിനുണ്ട്. പിന്നെ നെവിൻ ഒരു BB മെറ്റീരിയൽ തന്നെയാണ് നെവിൻ. അത് ഇന്നത്തെ ടാസ്ക് കണ്ടപ്പോഴാണ് എനിക്ക് പ്രോപ്പർലി മനസ്സിലായത്. കാരണം നെവിനെ ആ ടാസ്കിൽ നിന്നൊക്കെ മാറ്റി നിർത്തി. നെവിൻ ആ ഗെയിമിൽ ആ ഒരു ടാസ്കിൽ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇന്ന് ആ ടാസ്ക് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ കണ്ടന്റ് ഉണ്ടാക്കിയത് നെവിനാണ്. പറഞ്ഞേ പറ്റുള്ളത്, മനസ്സിലായില്ലേ? അവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയത് നെവിൻ തന്നെയാണ്. നെവിൻ്റെ ആ പഴയ ഒരു എന്റർടൈൻമെന്റ് പരിപാടി ഉണ്ടായിരുന്നു, അത് നെവിനിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയൊക്കെ അത് ഇല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടിയെ കണ്ടിട്ടില്ല, വെറുപ്പീര് മാത്രം. പക്ഷെ ഇന്ന് കാണാൻ സാധിച്ചു. ഇന്നും മിക്കവാറും നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും, അറിയത്തില്ല ഇന്നിനി എങ്ങനെ ആയിരിക്കുമെന്ന്. ഇന്നിനി വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ വൃത്തികേട് കാണിച്ചെന്ന് തന്നെ ഞാൻ പറയുവേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പക്ഷെ ഇന്നലെ അവൻ എന്റർടൈനിങ് ആയിരുന്നു, അത് നല്ല രസമുണ്ടായിരുന്നു. നെവിൻ്റെ പരിപാടികൾ നമുക്ക് അതിനെപ്പറ്റി പറയാം. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നോമിനേഷൻ പരിപാടി കഴിയുന്നു. നമ്മുടെ അക്ബറും നെവിനും കൂടെ സന്തോഷം ഒക്കെ അങ്ങനെ പോകുന്നുണ്ട്. കാരണം പണി കിട്ടിയില്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദം അവർ തന്നെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രം നമുക്കിട്ട് തന്നേനെ എല്ലാവരും. പക്ഷെ സംഗതി ഇതാണ്, ബിഗ് ബോസ് ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ച് കാണാം, എന്തിനവർ രണ്ടുപേരും മാത്രം, എല്ലാം കൂടെ കിടക്കട്ടെ,
എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഒരുത്തം പോട്ടെ. ഇല്ലെങ്കിൽ അവർ രണ്ടുപേരിൽ രണ്ട് സ്ട്രോങ് പ്ലെയേഴ്സ് എന്തൊക്കെ പറഞ്ഞാലും. കഴിഞ്ഞ ആഴ്ച ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ രണ്ടുപേരാ. അതിനകത്തെ മെയിൻ നെവിൻ ഈ ആഴ്ച കടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ കടക്കുമായിരിക്കും, ചിലപ്പോൾ കടക്കാതെയും പോയേക്കാം. പക്ഷെ അങ്ങനെ ആ രണ്ടുപേരെയും കൂടെ ഇട്ടുകൊടുത്ത് തട്ടാൻ ഒരു താല്പര്യം കാണത്തില്ല ബിഗ് ബോസ് ടീം അംഗങ്ങൾക്കും. പിടികിട്ടിയില്ലേ? അതുകൊണ്ടായിരിക്കാം എല്ലാവരെയും കൂടെയും പിടിച്ചിട്ടത്. അപ്പം അങ്ങനെ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആദിൽ പോകാൻ ചാൻസ് ഉണ്ട്, സാബുമാൻ പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആര്യൻ പോയില്ലേ, അതുപോലെ ചിലപ്പോൾ ഇനി അടുത്ത ആരായിരിക്കും. ചിലപ്പോൾ ഷാനവാസ് പോവോ, അനുമോള് പോവോ, അനീഷ് പോവോ, ഒന്നും പറയാൻ പറ്റത്തില്ല. സോ എല്ലാത്തിനും കൂടെ ഒരു സസ്പെൻസ് ആണ് ബിഗ് ബോസ് ടീം അംഗങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് മണി വീക്ക് ബിഗ് ബോസ് പറയുന്നു. മണി വീക്ക് വന്ന് മക്കളെ, മണി വീക്ക്. പക്ഷെ എല്ലാ തവണത്തെയും പോലത്തല്ല, എല്ലാം തവണത്തെയും പോലെയല്ല. പെട്ടിക്കകത്ത് കാശുമായിട്ട് അങ്ങോട്ട് വെച്ചൊന്നും തരത്തില്ല ഇവിടെ ആർക്കും. ഇത്തവണ ഇച്ചിരി വെറൈറ്റിയാണ്. അതായത് ബിഗ് ബാങ്ക് വീക്ക് ടാസ്കുകളുണ്ട്. ആ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുമഴ. പണം ഇങ്ങനെ പുറത്തിങ്ങനെ മറ്റേ ഒരു നമ്മുടെ എന്താ അതിന് പറയുന്നത്, പോപ്പർ ഇങ്ങനെ പൊട്ടത്തില്ല, അങ്ങനെ പൊട്ടി അവിടെ ഫുള്ളിങ്ങനെ പൈസ, അതായത് കറക്റ്റ് നോട്ടല്ല, 10 രൂപ 20 രൂപ എന്നൊക്കെ ഈ ചെക്ക് പോലത്തെ പരിപാടി അതവിടെ ഇങ്ങനെ കിടക്കും. അത് പോയി നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അത് പോയി കളക്ട് ചെയ്യുക. അതാണ് ആദ്യത്തെ ടാസ്ക് തന്നെ. പിന്നെ പണം എടുത്ത് നേരെ പുറത്തേക്കൊന്നും പോകണ്ട. പണ്ടൊക്കെ പണം എടുത്തുകൊണ്ട് അങ്ങ് പുറത്ത് പോകുമായിരുന്നല്ലോ. ഇത് പണം പുറത്ത് പോകണ്ട, പണം എടുത്തവർക്ക് അവിടെ തന്നെ നിൽക്കാം. പിന്നെ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണം വിന്നറിന് കിട്ടത്തില്ല ഒരു 50 ലക്ഷം രൂപ. ആ 50 ലക്ഷത്തിനകത്തുനിന്നായിരിക്കും ഈ ടാസ്കിൽ കൊടുക്കുന്ന പൈസയൊക്കെ പൊക്കോണ്ടേ ഇരിക്കുന്നത്. ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു 50,000 രൂപയോളം പോയി തീർന്നു. 25,000 രൂപ ആദിലയ്ക്ക് തന്നെ കിട്ടി ഒരു ടാസ്കിനകത്തൂടെ. അപ്പം അതിനെപ്പറ്റിയൊക്കെ പറയാം. അപ്പം എന്താണെങ്കിലും ടാസ്ക് കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. പക്ഷേ വിന്നറിന്റെ പൈസ എന്നാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. അത് ആര് വിന്നർ ആവുന്നോ അവർക്കിട്ടുള്ളൊരു പണിയാണ് സത്യം പറഞ്ഞാൽ. അത് 2 കണ്ണിലൂടെ അത് കാണണം, 2 പേഴ്സ്പെക്റ്റീവിൽ അത് കാണണം നിങ്ങളെല്ലാവരും. ഒന്ന് വളരെ നല്ലതാണ്, എല്ലാവർക്കും പൈസ കിട്ടും, കുറച്ച് വെച്ചിട്ടാണെങ്കിലും പിന്നെ ആരും പുറത്തേക്ക് പോകുന്നില്ല, പൈസ എടുത്ത് വിറ്റായി പോകണ്ട, അവിടെ തന്നെ നിൽക്കാം. പക്ഷെ വേറൊരു കണ്ണിൽ നോക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ തെമ്മാടിത്തരമല്ലേ കാണിക്കുന്നത്. ഒരു വിന്നിങ് എമൗണ്ട് എന്ന് പറയുന്നത് 50 ലക്ഷം വെച്ചിട്ട് അതിനകത്തുനിന്ന് ബാക്കിയുള്ളവർക്ക് വിന്നറിന് കിട്ടേണ്ട 50, അതിനകത്തുനിന്നും 10-36 രൂപ കണ്ടല്ലേ കിട്ടത്തുള്ളൂ. അപ്പൊ അതിൽ നിന്നും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ എനിക്ക് അത്ര അങ്ങോട്ട്. പിന്നെ 2 കണ്ണിലും കാണുക, 2ഉം പറയുക, അതാണ് എൻ്റെ ജോലി. അത് ഞാൻ പറഞ്ഞു. എനിക്ക് പേഴ്സണലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് അത് നല്ലൊരു പരിപാടിയായിട്ട് തോന്നുന്നില്ല. ഭയങ്കര ആരുടെയൊക്കെയോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് തട്ടിമറിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. ഇപ്പം ഏറ്റവും വലിയ പണി കിട്ടാൻ പോകുന്ന ആർക്കായിരിക്കും എന്നറിയോ? ഈ PR-നെയൊക്കെ സെറ്റ് ചെയ്ത് പോയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കാണ് പണി കിട്ടാൻ പോകുന്നത്. അവരെങ്ങാനും വിന്നർ ആയാലും വലിയ കാര്യമില്ല, കിട്ടാൻ പോകുന്ന പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് പകുതിയും PR കൊണ്ടുപോകും. അതെല്ലാം കഴിഞ്ഞിട്ട് എന്നാ കിട്ടും കണ്ടറിയാം എന്താണെങ്കിലും. പിന്നെ അതൊക്കെ വലിയ എനിക്കറിയത്തില്ല, PR-ന്റെ പരിപാടി അറിയാത്തതുകൊണ്ട് എങ്ങനെയാ പൈസയുടെ പരിപാടി അറിയത്തില്ല. അപ്പം എന്താണെങ്കിലും ഈ 16-ന്റെ ഒക്കെ ഒരു കണക്ക് കേട്ടല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. അങ്ങനെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ എന്നാ ഉണ്ട് എനിക്കറിഞ്ഞുകൂടാ. അപ്പം എന്താണെങ്കിലും ആദ്യത്തെ ടാസ്ക് പണപ്പെരുമഴ. അപ്പം അതിന് ഇങ്ങനെ പോപ്പറൊക്കെ പൊട്ടി പൈസയൊക്കെ വീഴുന്നുണ്ട്, പൈസയൊക്കെ എല്ലാവരും പോയി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നെവിനും പോയി കുറച്ചങ്ങോട്ട് വാരുന്നുണ്ട്. പക്ഷേ നെവിന് അതുകൊണ്ട് ഗുണമില്ല, അതുകൊണ്ട് തന്നെ നെവിൻ അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിൻ അപ്പം ഇല്ലല്ല, ഇത് തുടങ്ങുന്നതിന് മുമ്പാന്ന് തോന്നുന്നു ഇതിനെപ്പറ്റി പറയും ബിഗ് ബോസ്. ഈ പണപ്പെരുമഴയെ പറ്റി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നെവിൻ അതുവഴി കറങ്ങി നടക്കുന്നുണ്ട്. നെവിന് വയ്യ, നെവിന് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട്. കാരണം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവർ കളിക്കാൻ പറ്റത്തില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് കയ്യിരിപ്പോണ്ട് തന്നെ മേടിച്ച പണിയാണ്. അപ്പോൾ പിന്നെ കൂടുതൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ നെവിൻ അവിടെ അനുമോളുടെ ഇടയ്ക്ക് ഈ നമ്മുടെ ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഇവർ മറ്റേ പ്രേക്ഷകരോട് സംസാരിക്കുന്ന ആ ഒരു പരിപാടി, ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന അനുമോള് നെവിൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നതുകൊണ്ട് അവർക്കൊരു സമ്മാനം ഉണ്ടായിരുന്നു, 25 മൊട്ട. അത് കൊടുക്കുന്നുണ്ട്. അനീഷേട്ടൻ ഏറ്റവും കുറവായിട്ടുള്ള നോമിനേഷനിൽ വന്ന ഒരാളായതുകൊണ്ട് 5 ലിറ്റർ പാല്, ഇങ്ങനെ ഒരു 2 പ്രൈസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഒരു മുട്ട അനുമോളെ ഞാൻ പോയി എടുത്തോട്ടെ, എവിടെ 24 മുട്ടയുള്ളല്ലോ, ഒരു മുട്ട എവിടെ, 25 തന്നതെന്ന് ചോദിച്ച് അനുമോളുടെ അടുക്ക് ചെല്ലുന്നുണ്ട്. അനുമോള് പറയുന്നു മോനെ നെവിനെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഉടനെ നെവിൻ അനുമോളോട് എനിക്കറിയാൻ പാടില്ല എന്താണ് ഇത്ര സ്നേഹം എന്നൊക്കെ, കണ്ടന്റ് അത്രേ ഉള്ളൂ, ഡ്രാമ. അപ്പൊ അനുമോളോട് പറയുന്നു, അനുമോളെ ഞാൻ ആ മുട്ട എടുത്ത് പൊട്ടിച്ചങ്ങ് തിന്നുക, എന്തായാലും എനിക്ക് ഇവിടുന്ന് പൈസ ഒന്നും കിട്ടത്തില്ല, ഞാൻ മുട്ടയെങ്കിലും തിന്നട്ടെ. ആ മോനെ നീ പൊട്ടിച്ച് തിന്നോടാ. അല്ല ഞാൻ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്, വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തി. അനുമോളെ ഞാൻ ചോദിച്ചിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോയി അത് പൊട്ടിച്ച് എന്തായാലും ഓംലേറ്റ് ഉണ്ടാക്കി തിന്നുന്നതൊക്കെ കണ്ടു. അപ്പോൾ അത് കഴിയുമ്പോഴാണ് ഈ ടാസ്ക് വരുന്നത്. ടാസ്ക് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നെവിനും പൈസയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ നെവിൻ അത് ഉപയോഗം ഇല്ലാത്തതുകൊണ്ട്
ആദിലയ്ക്കും അനിമോക്കും അനീഷേട്ടനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഇത് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ മുട്ട എടുക്കുന്ന ആ ഒരു സമയത്ത്, മുട്ട പോയി ഓംലേറ്റ് അടിക്കുന്ന സമയത്ത് നെവിൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, അതായത് ഇങ്ങനൊരു പണി ഈ മണി വീക്കിൽ സാധാരണ ബോക്സിൽ പൈസ വെച്ചിട്ട് എടുത്തോണ്ടെങ്കിൽ ഈസി ആയിട്ട് പോകാമല്ലോ. അപ്പം അതിന് പകരം ഇങ്ങനെ ടാസ്കുകളിലൂടെ കാശ് ശേഖരിക്കുക. ആ ഒരു പണി തന്നത് ചിലപ്പോൾ ഈ മണി ബാങ്കിന്റെ അല്ലെങ്കിൽ മണി വീക്കിന്റെ കാര്യമൊക്കെ ഇവർ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ വീക്കെൻഡ് എപ്പിസോഡിൽ നെവിനോടും ആദിലോടും ഒക്കെ. അപ്പം നെവിൻ അതാണ് പറയുന്നത്, നമ്മളിത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനൊരു പണി നമുക്ക് തന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു പണി കിട്ടിയത് നെവിന് നന്നായി, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നെവിന് ഭയങ്കരമായിട്ട് സങ്കടമായി പോയത്. കാരണം ഒരു 10-30 ലക്ഷം രൂപയൊക്കെ അവിടെ ഇരുന്നത് ആദിലേക്കും എടുത്തോണ്ട് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എടുത്തോണ്ട് പോയായിരുന്നെങ്കിൽ നെവിന് കിട്ടാത്തതിന്റെ വിഷമം വന്നേനെ. ഇതിപ്പം ആർക്കും ഒരു പരിധിയിൽ കൂടുതൽ വലിയ എമൗണ്ടിലോട്ടൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കണ്ടറിയാം 10 ലക്ഷം രൂപയൊക്കെ വരുമോ അറിയത്തില്ല. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് സംഭവ ബഹുലങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ടാസ്ക് നടക്കുന്നു. ടാസ്ക് നടന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പൈസ എനിക്ക് തോന്നുന്നു ഷാബുമാനാന്ന് തോന്നുന്നു, ഏറ്റവും കൂടുതൽ 1800 രൂപ അങ്ങനത്തെ പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും കുറച്ച് വെച്ച് കിട്ടുന്നുണ്ട്. 100 എങ്ങാണ്ട് 800 രൂപ 850 രൂപ എങ്ങാണ്ടാണ് കിട്ടുന്നത്. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ പൈസകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. പക്ഷെ ഇത് ക്രെഡിറ്റ് ആവുന്നത് വേറൊരു കളിയുണ്ട്. നമ്മുടെ 50 ലക്ഷം ഉണ്ടല്ലോ പിന്നറിനുള്ള, അതിനകത്തൊന്നായിരിക്കും ഇതൊക്കെ പോകുന്നതെന്നുള്ള കാര്യം ബിഗ് ബോസ് പറയുന്നുണ്ട്. ഈ ആദ്യത്തെ ടാസ്ക് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോറിൽ ബെല്ലടിക്കുന്നുണ്ട്. സ്റ്റോറിലേക്ക് ഓടിപ്പോകുന്നു നമ്മുടെ നെവിന്, ആദില, നൂറ എല്ലാവരും പോകുന്നുണ്ട്. റേഷൻ വന്നതാണ്. ഈ റേഷൻ വന്ന സാധനത്തിന്റെ ഇടയ്ക്ക് ഒരു ടിന്നിനകത്തെങ്ങാണ്ട് 15,000 രൂപയുടെ ഒരു ചെക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? 15,000 രൂപയുടെ ഒരു ചെക്ക് ഉണ്ടായിരുന്നു. അത് നെവിന് കിട്ടി. നെവിൻ അതും കൊണ്ട് ഓടി. ആദിലെ അത് കണ്ടു, നൂറയോട് പറയുന്നു. നൂറ സംസാരിക്കുന്നു, നൂറ മേടിക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അത് ആർക്കാണ് കിട്ടിയത്. അപ്പൊ നെവിൻ പറയുന്നു എനിക്കാണ് കിട്ടിയത്. നെവിൻ അത് ആർക്കാണ് കൊടുക്കാൻ താല്പര്യം? കാരണം നെവിനാണല്ലോ കിട്ടിയത്. അപ്പൊ നെവിന് തന്നെ കൊടുക്കാം. പക്ഷെ നെവിൻ അതുകൊണ്ട് ഗുണമില്ല, ആർക്ക് വേണമെങ്കിലും നെവിന് കൊടുക്കാന്ന് പറയുന്നു. നെവിൻ അത് അക്ബറിന് അങ്ങ് കൊടുക്കുന്നു. അങ്ങനെ അക്ബറിന് കിട്ടി 10,000 രൂപ. അതവിടെ കഴിയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ടാസ്ക് നെവിൻ ആ ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ള ഗെയിം ആട്ടോ. അതിനകത്ത് ഇപ്പൊ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. നെവിന്റെ ഇഷ്ടം ആർക്ക് കൊടുക്കണമെന്ന്. നെവിന് അക്ബറിന് കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും. കാരണം അവിടെ ഇത്തിരി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് അക്ബറുമായിട്ടാണ്. പക്ഷെ കുറച്ച് മുമ്പൊക്കെ ഞാൻ കാണുമ്പോൾ എല്ലാവരോടും മറ്റേ സ്നേഹിച്ച് ഉല്ലസിച്ചൊക്കെ നടക്കുന്നുണ്ട്. അനുമോളോടാണെങ്കിലും സാബുമാനോടും ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ സാബുമാനോടും അനുമോളോടും ഒക്കെ ഒരു ദേഷ്യം കഴിഞ്ഞ ആഴ്ച കണ്ടതിലുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച മൊത്തം ആ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു സാധനം നെവിന്റെ പുറത്തു വന്നു. കറക്റ്റായിട്ടൊരു പേഴ്സണൽ ഗ്രഡ്ജ് അനുമോളോടും സാബുമാനോടും ഉള്ളത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇത് കഴിയുമ്പോഴാണ് മണി എന്ന് പറയുന്ന അടുത്ത ടാസ്ക്. 25,000 രൂപയാണ് ഇതിനകത്ത് വിൻ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത്. സംഗതി വേറൊന്നുമല്ല, ഈ മണി ഇങ്ങനെ മറ്റേ തലയിൽ കെട്ടിയിട്ട് നടക്കുക. മണി ഇങ്ങനെ ബിഗ് ബോസ് ബസർ കൊടുക്കും. ആ ബസർ കൊടുത്ത് അടുത്ത ബസർ കേൾക്കുന്നോടം വരെ ഈ മണി ഇങ്ങനെ ഒച്ച ഉണ്ടാവരുത്. അപ്പം ആദ്യത്തെ ബസർ കേട്ടു, രണ്ടാമത്തെ ബസറിന്റെ ആ ഒരു ഗ്യാപ്പിൽ അടിക്കരുത്. അത് കഴിഞ്ഞിട്ട് ബസർ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് ഫ്രീ ആയിട്ട് നടക്കാം. പിന്നെ അടുത്ത ബസർ കേൾക്കുമ്പോൾ പിന്നെയും നടക്കുകയൊക്കെ ചെയ്യാം, ഇവരുടെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇത് ഒച്ച ഉണ്ടാക്കരുത്. ഇതാണ് ടാസ്ക്. അപ്പോൾ ഈ ടാസ്ക് അങ്ങോട്ട് നടക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത് തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ബോറായിരുന്നു. ബിഗ് ബോസിന് തന്നെ മടുത്തിട്ട് ബിഗ് ബോസ് ഇടയ്ക്ക് വേറെ ഓരോ പ്ലാനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരിയെങ്കിലും ഒരു എന്റർടൈനിങ് എനിക്ക് തോന്നിയത് ആദില സാബുമോൻ ഇവരൊരു സാരി ഇങ്ങനെ മടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അത് ഈ മണി അടിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ആദ്യത്തെ ബസർ അടിച്ച് രണ്ടാമത്തെ ബസറിന്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ മണി അടിക്കാൻ പാടില്ലാത്ത സമയത്ത്, അപ്പോഴാണ് ഇവർ ഈ സാരിയൊക്കെ മടക്കുന്നത്. അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ എല്ലാവരുടെയും നെവിനായിരുന്നു ഈ ഒരു ടാസ്കിന്റെ വിധികർത്താവ് എന്ന് പറയുന്നത്. നെവിൻ നോക്കണം ആരുടെയെങ്കിലും മണി അടിക്കുന്നുണ്ടോ എന്നൊക്കെ. നെവിൻ ഓടി നടന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സാബുമാന്റെ അടുക്ക് ചെന്ന് അത് ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇപ്പോഴും കിടപ്പുണ്ട്. സാബുമാന്റെ മണി അടിക്കാതെ തന്നെ സാബുമാന്റെ അടുക്ക് വന്ന് അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നെവിൻ എന്ന് പറയുന്നൊരു ഗെയിമറും അവിടെ കളിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. പുള്ളി വന്നിട്ട് സാബുമാനെ പുറത്താക്കണം. അതുകൊണ്ട് സാബുമാനെ അടിച്ചു എന്ന് പറയുന്നുണ്ട്. സാബുമാൻ ആദ്യമൊക്കെ വിശ്വസിക്കാൻ ശ്രമിച്ചു. ഉടനെ അനുമോളും അവിടെ ഇരുന്ന് പറയുന്നുണ്ട് സാബു നിന്നെ പറ്റിക്കുകയാണ്, അങ്ങനെ ചെയ്യരുത്. എനിക്കറിയാം അനുമോളെ, ഞാൻ അങ്ങനെ മാറത്തൊന്നുമില്ല, ഞാൻ ഇങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കുകയാണ്. ഇത് പറയുന്നുണ്ട്. അവിടെ കിടന്ന നെവിൻ അധികം ഫൈറ്റ് ചെയ്തില്ല, ഒച്ച ഉണ്ടാക്കാനൊന്നും പോയില്ല. കാരണം നെവിനും അറിയാം ഒച്ച കേട്ടിട്ടില്ല. പിന്നെ ഇവനെ ഒന്ന് ഇളക്കി വിടുമ്പോൾ ഇവൻ അനങ്ങി കഴിഞ്ഞാൽ അടിച്ചില്ലേ, പോയില്ലേ. നെവിൻ എന്ന ഗെയിമർ അടിപൊളിയായിട്ട് ആ സമയത്തൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ അടുക്കലും പോകുന്നുണ്ട്. അക്ബറിന്റെ അടുക്കൽ ചെല്ലുന്നുണ്ട്, അക്ബറിനെ ഒന്ന് കുത്തി ഇളക്കി വിട്ട്
അനക്കിക്കാൻ നോക്കുന്നുണ്ട്. എല്ലാവരുടെ അടുക്കലും അനുമോളുടെ അടുക്കൽ പോകുന്നുണ്ട്, എല്ലാവരുടെ അടുക്കലും ചെല്ലുന്നുണ്ട്. അനീഷേട്ടൻ്റെ അടുക്കലൊന്നും അധികം പോകുന്ന മാത്രം കണ്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഓടി നടക്കുന്നുണ്ട്. പക്ഷെ ആരും അനങ്ങുന്നില്ല. ആരും ഇങ്ങനെ മറ്റേ ബസ്സർ കേട്ട് ബസ്സർ തീരുന്നോടം വരെ ആരും അനങ്ങാതെ നിന്ന് കളയും. അത് കഴിയുമ്പോഴത്തേക്ക് അനങ്ങും. അനീഷേട്ടനൊക്കെ അത് കഴിഞ്ഞിട്ട് പോലും അനങ്ങാതൊക്കെ നിൽക്കുവാണ്. സത്യം പറഞ്ഞാൽ ബോറായിരുന്നു ചില സമയത്ത്. പിന്നെ നെവിൻ്റെ കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പം ബിഗ് ബോസ് തന്നെ നെവിൻ പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇത് ബോറാണ്, ബിഗ് ബോസ് എന്താണ് ഇത്, മിക്കവാറും 2 ദിവസം നിൽക്കുമെന്നൊക്കെ നെവിനോട്ടിരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അടുത്തൊരു പണി കൊടുത്തു. അത് വേറൊന്നുമല്ല, ഒറ്റക്കാലിൽ ബസ്സർ കേട്ട് അടുത്ത ബസ്സർ വന്ന് അടുത്ത ബസ്സർ വരെ ഒറ്റക്കാലിൽ നിൽക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം പടയെന്നും പറഞ്ഞ് ഓരോരുത്തർ പോകാൻ തുടങ്ങി. ഫസ്റ്റ് സാബു തന്നെ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അനീഷേട്ടൻ ഔട്ടാവുന്നു. അത് ആദ്യത്തെ ബസ്സർ കേട്ട് അടുത്ത ബസ്സറിൻ്റെ ഇടയ്ക്ക് അത് പോകുന്നു. പിന്നെ അടുത്ത ബസ്സർ വന്നപ്പോഴത്തേക്ക് അക്ബർ ആവുന്നു. പിന്നെ അടുത്ത ബസ്സറിൽ ഷാനവാസ് ഔട്ടായി. അതിൻ്റെ അടുത്ത ബസ്സറിൽ 3 പേരേ ഉള്ളൂ, ലേഡീസും മാത്രം. അതിൽ ആദ്യമേ തന്നെ നൂറ പോകുന്നു, പിന്നെ അനുമോള് പോകുന്നു. അവസാനം വിന്നറായിട്ട് നമ്മുടെ ആദില എത്തുന്നു. 25,000 രൂപ ആദിലയ്ക്ക്. 25,000 പിന്നെ ഒരു 15,000 നമ്മുടെ അക്ബർ കാക്ക കൊണ്ടുപോയി. പിന്നെ 10,000 രൂപ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 9,000 രൂപയോ എന്താണ്ട് നമ്മുടെ മൊത്തത്തിൽ ആദ്യത്തെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത 1000, അങ്ങനെ 1,500 അങ്ങനെയുള്ള പരിപാടിയൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ടാസ്ക് മറ്റേ പോപ്പ് പൊട്ടിയതിനകത്ത് അങ്ങനെ എല്ലാം കൂടി ഒരു 10, എനിക്ക് തോന്നുന്നു ഒരു 50,000 രൂപ എടുത്ത് 45,000 സംതിങ്ങോ ഗോപി ആയിട്ടുണ്ട്. 50,000 രൂപ എടുത്ത് പോയി. അതായത് 49,50,000 രൂപ കണ്ടേ ഇനി മിച്ചമുള്ളൂ. 50 ലക്ഷം പ്രൈസ് ചെയ്യുന്നു. ബാക്കി 50,000 രൂപ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പൊട്ടി. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച മൊത്തം ഈ ടാസ്ക് ആണെങ്കിൽ കുറച്ച് പൈസ പൊട്ടും. വിന്നറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ദൂന്ന് പറഞ്ഞ് ഈ ആഴ്ച കൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് ഷെയർ ഇട്ടെടുക്കും. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് രാത്രിയിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ആദിലെ നൂറേയും പുറത്തിരുന്ന് കഥ പറയുകയാണ്. നൂറയ്ക്ക് ഈ ഭയങ്കര സന്തോഷമൊക്കെ ആയി. ഇവിടെ വരെ ഫൈനൽ 5 അതേ കയറിയിരിക്കുന്നു. പിന്നെ ഇത്രയും വരെ എത്തി. 90 ദിവസം ആകാൻ പോകുന്നു. 2 പേരും അകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ പങ്കിടുന്നു. അതിനിടയ്ക്ക് ആദിലെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ചൊറിച്ചിലുണ്ടല്ലോ, അതിലേക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ അതിലിടയ്ക്ക് നൂറെ ചൊറിയുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അകത്തുനിന്ന് നമ്മുടെ അനുമോൾ ഇറങ്ങി വരുന്നത്. അതില വരൂ, സവാള എറിയണം, എനിക്ക് രാവിലെ പറ്റത്തില്ല, വന്നേ പറ്റുള്ളൂ, എനിക്ക് രാവിലെ എനിക്ക് കുളിക്കാൻ പോകണം, എനിക്ക് കുളിച്ചിട്ട് എനിക്ക് ബാത്റൂമിൽ നിന്ന് കിച്ചണിൽ കയറാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എനിക്ക് കയറാൻ പറ്റത്തില്ല, അപ്പം ഫുഡ് ലേറ്റ് ആവും. പറയുന്നതിനകത്ത് ഇത്തിരി കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ അതിലെവിടെ ഈ പറയുന്ന സമയത്ത് അതിലെ നൂറെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അനുമോൾക്ക് രാവിലെ കാര്യമുള്ള പോലാണ് രാത്രിയിൽ അവർക്ക് സംസാരിക്കുന്ന അവരുടെ കാര്യങ്ങളുണ്ട്. അതൊന്നും അനുമോള് മനസ്സിലാക്കണം, അതും കൂടെ മനസ്സിലാക്കണം. ഇപ്പൊ ആദില അവിടെ നിന്ന് എണീറ്റ് പോയി. അതേപോലെ അനുമോക്ക് രാവിലെ വേണമെങ്കിൽ കുളിച്ചേച്ചും വന്നിട്ട് ചെയ്യാലോ, കിച്ചണിൽ കയറാലോ, അങ്ങനെ ചെയ്യാലോ. അപ്പം ഈ ഒരു ചെറിയ തരത്തിലുള്ള ഭരണം അനുമോളുടെ, അത് ഈ പ്രത്യേകിച്ച് കിച്ചണിൽ കയറി കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ചേഞ്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കുട്ടിക്ക് കിച്ചണിൽ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ? പ്ലാസ്റ്റിക് കൂടോത്രം പോലെ, എനിക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ കിച്ചണിൽ കയറി കഴിയുമ്പോൾ അനുമോക്ക് മൊത്തത്തിലൊരു വിറയല. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാത്രിയിൽ അപ്പോൾ ഇതിൻ്റെ പേര് ചെറിയ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ അനുമോക്ക് ഇച്ചിരി ദേഷ്യം വരുന്നുണ്ട്. അനുമോക്കല്ല, ആദിലയ്ക്ക്. പിന്നെയും അടുത്തിരുന്ന് നൂറ പറയുന്നുണ്ട്, മോളെ പോയി ചെയ്യ്, എല്ലാവരും ചില ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ, രാത്രി തന്നെ അരിഞ്ഞു വെക്കും, നീ പോകാനൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നുണ്ട് താല്പര്യമില്ലെങ്കിലും. ഇതൊരു സൈഡിൽ നടക്കുമ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ അക്ബർ കാക്ക ആ മറ്റേ ഊഞ്ഞാലിരുന്നിട്ട് ക്യാമറയിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക, എന്നിട്ടിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നെവിനും ഇല്ല രാത്രിയിൽ. അക്ബറിൻ്റെ അടുക്കെ ആൾക്കാർക്ക് വന്നിരിക്കാൻ പേടിയാണ്. കാരണം അക്ബറിൻ്റെ അടുക്കെ ആരൊക്കെ കൂടിയിട്ടുണ്ടോ അധികം വൈകാതെ എല്ലാവരും ടമാർ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. നെവിനും ആ ഒരു പേടി ഉള്ളിൽ കാണും. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഉണ്ട്, കമ്പനിയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഒറ്റയ്ക്കാണ്. ക്യാമറ നോക്കിയിരുന്നിട്ട് ഉമ്മ എയർപോർട്ടിൽ വരണോ, ഉമ്മ വന്നേ പറ്റുള്ളൂ, എനിക്ക് കാണണം നിങ്ങളെ അവിടെ വെച്ചിട്ട്. പിന്നെ മറ്റേ ഫിയാൻസി ഉണ്ടല്ലോ മോളെ, ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, നീ വരണം കേട്ടോ, നീ വരണം. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഉമ്മാനെ പോലൊരു ഉമ്മാനെ വേറെ ആർക്കും കിട്ടത്തില്ല. അതൊക്കെ എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കാം. പക്ഷെ ഇത് ജെനുവിനാണെന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ണുമോളും മറ്റേ ക്യാമറ നോക്കിയിരുന്ന് കറച്ചിലും പറച്ചിലും ഇതൊക്കെ പിന്നെ നമ്മുടെ രേണു ചേച്ചി ആദ്യമേ കാണിച്ചത് ഇതൊക്കെ ഡ്രാമ അല്ലായിരുന്നു എന്ന് പറയേണ്ട വരും. പറയാൻ പറ്റുമോ എല്ലാവരെ കൊണ്ടും? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം ഇതും ഡ്രാമയല്ല എന്ന്. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഡ്രാമയാണെങ്കിൽ എന്താ ഇപ്പൊ കുഴപ്പം? കാരണം അവരെല്ലാവരും ഗെയിം കളിക്കാൻ വന്നത്, അവർക്ക് കണ്ടന്റ് വേണം, അവർ കണ്ടന്റ് കൊടുക്കുന്നു. അറ്റ് ലാസ്റ്റ് അത് നോക്കിയാൽ പോരെ. ഞാൻ അത് മാത്രം നോക്കിയിട്ട് ഈ പരിപാടി, അതായത് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അങ്ങ് നിർത്തുകയാണ്. അപ്പം ലൈവില് ഇനി കുറച്ചു നേരം കൂടെ ഞാനൊന്ന് ഇരിക്കാം. ഞാൻ പാതിരാത്രി ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. നോക്കട്ടെ, കുറച്ചു നേരം കൂടെ ഇരുന്ന് ലൈവിൽ നോക്കാം. എന്തോ ഇപ്പം ഇനിയിപ്പോൾ അതേ സാബുമാനും അനുമോളും ഈ കൊച്ചിന്റെ തീർന്നില്ല ഇതുവരെയായിട്ട്. ഇപ്പോഴും കിച്ചടി നിപ്പുണ്ട്. അതിലെവിടെ
അതിലെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്, അതിലങ്ങോട്ട് ചെന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെങ്കിലും അവിടെ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. പോയി കിടന്ന് ഉറങ്ങിക്കൂടെ ഈ കൊച്ചിന്? എന്തിനാണോ ഇതിന്? എന്താണെങ്കിലും കിച്ചൺ ബാധ കയറിയിട്ടുണ്ട് അനുമോക്ക്. ഈ ആഴ്ച മൊത്തം കിച്ചൺ ബാധയുടെ പുറത്തുള്ള കളിയായിരിക്കും. നാളെ ഉച്ചക്കൊക്കെ അവിടെ വൻ പൊരിഞ്ഞടിയാണെന്നാ തോന്നുന്ന പ്രൊമോ കണ്ടപ്പോൾ. എന്തായാലും അതെ ആദ്യം ഇരിപ്പുണ്ട് കേട്ടാ. അതിലെ കൊണ്ട് പാവം കുത്തിയിരുത്തിയത് സവാള എരിയിപ്പിക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ എന്തോ അവിടെ സംഭവിക്കുന്നത്. മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഇപ്പോഴേ പൊട്ടും. അതിന്റെ ബാക്കി പത്രമായിരിക്കും. എനിക്ക് അങ്ങനെയാ തോന്നുന്നത് നാളെ ഉച്ചക്കൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എന്താണെങ്കിലും ഞാൻ പോയി ബാക്കി കണ്ടിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ കമന്റ് ബോക്സിന്റെ അവിടെ മറ്റേ ഹൈപ്പ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.